കഴിക്കാമല്ലോ, എടുത്ത് കഴിച്ചേ. ഞാൻ വേണ്ട, ഞാൻ കേളി ആൻറ്റി വീട്ടിൽ കഴിച്ചു. എൻ്റെ റിൻസി രാവിലെ തുടങ്ങിയ ഓട്ടമാ. ഓഗസ്റ്റ് 17 ഇപ്പം ഇങ്ങനെ എത്തത്തില്ലേ? ഹോള് ബുക്ക് ചെയ്ത് ഒഴിച്ചാൽ കലാപരിപാടികൾ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. അതിനും കൂടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതിന് 2 മണിക്കൂർ പരിപാടികളുടെ കാര്യമല്ലേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് ഏതാ കോൽക്കളി അങ്ങ് ചെയ്താലോ? കോൽകളി ആ പരിപാടിയോടെ ഞാൻ നിർത്തി. എത്ര പ്രാക്ടീസ് ചെയ്തതാ. ഞാൻ സ്റ്റേജിൽ കയറി ഒന്ന് കുമ്മി അടിച്ചു വരുമ്പം ഏലിയാമ്മ അപ്പുറത്തോട്ട് വന്ന് എൻ്റെ കണ്ണിനിട്ട് നോക്കിയ ഒരൊറ്റ അടി. പ്രാണം പോയി. സ്റ്റേജല്ലേ, കരയാൻ പറ്റുമോ? എന്തിനാ അധികം പറയണേ? എൻ്റെ 2 ഓവർ ടൈം പോയത് മിച്ചം. ആഹാ, ഒത്തിരി പേരുണ്ടല്ലോ. അപ്പച്ച, ഇത് ഞങ്ങളുടെ ന്യൂജേഴ്സി മലയാളി നഴ്സസ് അസോസിയേഷന്റെ ആൾക്കാരാ. ഇത് ഞങ്ങളുടെ പ്രസിഡന്റ് ഷൈനി. ഓ, അറിയും. നമ്മുടെ ആ എംബ്രാന്തിരി അടിച്ചു മാറ്റിയ കൊച്ചല്ലേ? അത് ശാലിനി മേനൻ. അത് ജിൻസി. റിൻസി, ഞാൻ പരിപാടിയുടെ ഒരു ലിസ്റ്റ് റഫായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 2 പരിപാടിയിലും റിൻസി ഉണ്ട്. ഒന്ന് തിരുവാതിര കളിയും പിന്നെ പ്രാർത്ഥന ഗാനം. പ്രാർത്ഥന ഗാനം നമുക്ക് 2 പേർക്കും കൂടി അങ്ങോട്ട് ചെയ്യാം. ആഹാ, അപ്പൊ നീ പാട്ടും പാടുവോ? ഇതുവരെ ഒരു മൂളിപ്പാട്ട് പോലും പാടി ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അമേരിക്ക വന്നപ്പോഴാണ്, കേട്ടോ മക്കളെ, അമേരിക്ക വന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരുപാട് കലാകാരന്മാരുണ്ടെന്ന്. ഏതൊരുത്തനും സ്റ്റേജ് അങ്ങോട്ട് കിട്ടിയ പിന്നെ ആട്ടവും പാട്ടും എല്ലാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏത് പരിപാടിക്കാണ് നമ്മൾ പോയത്? സൗത്ത് ഈസ്റ്റ് ന്യൂജേഴ്സി മലയാളി അസോസിയേഷൻ. എന്തേലും ആവട്ടെ, അവിടെ ഒരുത്തൻ ഒരു നല്ല വലിയ ജുബയൊക്കെ ഇട്ട് ഒരു ചങ്ങല, അത് സ്വർണ്ണ ചങ്ങലയൊക്കെ കഴുത്തിലിട്ടുണ്ട്, നമ്മുടെ 1000 പാദസ്വരങ്ങൾ എന്നുള്ള പാട്ട് പാടി. ഷോ, 1000 തവളകൾ ഒന്നിച്ച് കരയുന്ന പോലായിരുന്നു. എൻ്റെയൊക്കെ നല്ല പ്രായത്താണെങ്കിണ്ടല്ലോ അവനെയൊക്കെ വലിച്ച് ഞാൻ താഴോട്ടിട്ടനെ. ചുമ്മാതാ ശാലിനി, മേനോൻ സാറിന്റെ പാട്ട് അത്ര മോശമൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇതെല്ലാരും ഉണ്ടല്ലോ. എന്നാ പുതിയ പരിപാടി? ഓ, പ്രോഗ്രാം ഓഗസ്റ്റിലല്ലേ? അല്ല, ഏതായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം ഈ നൈറ്റ് ഡ്യൂട്ടിയും പിള്ളേരെ നോട്ടവും കുക്കിങ്ങിനും ഒക്കെ ഇടയ്ക്ക് എല്ലാ വർഷവും മുടങ്ങാതെ ഈ പരിപാടി നിങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റിയല്ല. ഈ നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് യവനെ ഈ നേഴ്സുമാർക്ക് കെട്ടിച്ചു കൊടുക്കാനുണ്ടല്ലോ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ പറമ്പും സ്വത്തുമുള്ള പല കുടുംബങ്ങളിൽ നിന്ന് ഇവന് കല്യാണവേല വന്നതാ. ഏതായാലും അന്ന് ഞാൻ അത് തന്നെ അങ്ങ് നടത്തി. ആട്ടെ, എവളെ കെട്ടിയത് കൊണ്ടേ ഒരു ഗുണമുള്ളത് എന്താണെന്നറിയാവോ? ഇന്ന് അവന് കഞ്ഞി കുടിച്ചു പോവാം. അല്ലാതെ ഇവൻ്റെ ഈ പ്രീ ഡിഗ്രിയും കുസ്തിയും വെച്ച് എന്നാ എടുക്കാനാ ഇവിടെ? അന്നത്തെ കാലത്ത് ഡിഗ്രി എടുത്തതിന് ചുമ്മാ തേരാപ്പാര നടക്കുകയത്, വെറുതെ കാശ് കളയാവുന്നു. നിന്റെ ഒരു ഡിഗ്രി. എടാ, നിന്നെ 10ാം ക്ലാസ് പാസ്സാക്കാൻ വേണ്ടി നിന്റെ അമ്മച്ചിയും ഞാനും കഴിച്ച പാടേ ഞങ്ങൾക്ക് അറിയാവൂ. കേട്ടോ മക്കളെ, അന്ന് 10ാം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ അടുത്തുള്ള പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം ഒരു മെഴുതിരി കത്തിക്കുന്ന പരിപാടിയുണ്ട്. യവൻ്റെ പോക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു മെഴുതിരിയിൽ നിൽക്കുന്ന കേസല്ല ഇത്. ദിവസം 2 മെഴുതിരി വെച്ച് ഞാൻ കത്തിച്ചു. അങ്ങനെ ഇവൻ 10ാം ക്ലാസ് പാസ്സായത്. അതോ 210 മാർക്കും. അപ്പച്ചൻ ഇങ്ങനെ പഴംപുരാണത്തിന്റെ കെട്ടയച്ചു തുടങ്ങിയാൽ ചുമ്മാ ഇങ്ങനെ വെറുതെ ഓരോന്നുണ്ടാക്കി പറഞ്ഞോണ്ടിരിക്കും. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട. പരിപാടിക്ക് പ്രോഗ്രാം വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിലേ ഞങ്ങളുടെ കയ്യായുടെ പരിപാടിക്ക് വേണ്ടി ഞാനൊരു 1ാം തരം പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് വേണേ അങ്ങ് പാടാം. കൊച്ചുകുഞ്ഞ്, നീയും പാടാൻ പോവാണോടാ? നല്ല ഫസ്റ്റ് പാട്ടാന്ന്. ഞാൻ പാടാം. ഇവളോട് ചോദിച്ചു, ഇവക്ക് അറിയാമല്ലോ. എടാ മത്തായിക്കുഞ്ഞെ, ആ ഹാഫ് ടൈമിന് വിസിലടിക്കണതിന് തൊട്ട് മുമ്പ് എന്നെ കളിയാടാ നീ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത് നിൽക്കണവന് കൊടുക്കാനുള്ളതിന് പകരം നീ അവിടെ വണ്ട് ചാണാനൊരുട്ട് ഉരുണ്ട പോലെ അവിടെ കണ്ട് ഉരുട്ടിക്കൊണ്ടിരുന്നു. അതല്ലേ ആ കർമ്മം തട്ടിക്കൊണ്ട് പോയത്. ഞാൻ അവിടെ നിന്ന് എത്ര പ്രാവശ്യം കൂവിതാ ആരാന് കൊടുറാന്ന് നീ കേട്ടോ? ഡാഡി, ആരാന് കൊടുക്കുന്ന പറഞ്ഞിട്ട് ആർക്കാ കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എടാ, ആ കളിക്കാരൻ്റെ ജേഴ്സിയിൽ എഴുതിയേക്കണ കണ്ടില്ലേ? ARON, ആരോൻ. അതല്ലേ? ആരൻ. ഞാൻ പറയുമ്പോൾ നിനക്കത് മനസ്സിലാക്കാനല്ലേ ഉള്ളൂ. നിന്നോടൊക്കെ വെറുതെ പറഞ്ഞ. നിനക്ക് ഈ കുപ്പായും ഈ ഷൂവും മേടിച്ച കാശുണ്ടാകുന്നെങ്കിൽ വല്ല ചീരയ്ക്ക് ചാണാൻ മേടിച്ചിട്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഷൂ പോയിട്ട് ഒരു ചെരുപ്പ് പോലും ഇല്ല. എന്നാലും നല്ല ഫസ്റ്റായിട്ട് ഞാൻ കളിക്കുമായിരുന്നു. കളിക്കാൻ നടക്കണം. വന്ന് വണ്ടിയെ കയറ്.
Dad, where are we going? Aren't we going to buy sunglasses? പിന്നെ സൺഗ്ലാസസ് അതൊക്കെ ഇച്ചിരി വെയിലിച്ച് സൺ ഇച്ചിരി മൂക്കട്ടെ എന്നിട്ട് മേടിക്കാം. ഇപ്പം നമുക്ക് ഇന്ന് വൈകുന്നേരം ഷൈനി ആൻറ്റിയുടെ വീട്ടിൽ പോകണം. നമ്മളെ അവർ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. നീ വീട്ടിൽ ചെന്ന് പെട്ടെന്ന് റെഡി ആവണം. Daddy, I'm not going. It's boring. പിന്നെ ബോറിങ് നിന്റെ പ്രായത്തിലുള്ള പിള്ളേരുള്ള സ്ഥലമല്ലേ? നിങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം. അതെന്നാ കുഴപ്പം? അങ്ങ് പോയാച്ചാൽ മതി. Daddy, those kids keep talking about how they won the spelling bee, how they get hundreds on their quizzes. They're such geeks. പിന്നെ ഗ്രീക്ക് മലയാളി പിള്ളേർ എങ്ങനെയാടാ ഗ്രീക്കാണ്? നീ എന്നീ പറയണത്? ഇതന്നെ ഒരു മലയാറ്റി പള്ളി പെരുന്നാളിന് പോണ പോലെ പോണത്. ഇതും കുന്ത്രണ്ടക്കണ്ടാണോ പോനെ? ഈ വീട് മുഴുവൻ പുല്ല് പിടിച്ചെടുക്കാണല്ലോടാ. ഒരു പശു പോലും ഇല്ലാത്ത ഈ വീടിനകത്ത് എന്നെ മാത്രം പുല്ല. എന്നാത്തിനാണ് ഇത്രയും പുല്ല്? ഇതെല്ലാം കിളച്ച് മറിച്ച് വല്ല ആപ്പിൾ മരോ വല്ല ഓറഞ്ചോ ഒക്കെ വെച്ചിരുന്നെങ്കിലേ എന്തൊന്നായിരുന്നു. എന്നിട്ട് ഇന്ത്യക്കാർ കൂടുതൽ ആഹാരം കഴിച്ചിട്ടാ അമേരിക്കയിൽ ആഹാരമില്ലായിരുന്നെന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ്. എന്ത് കഥയാ കൊച്ചുകുഞ്ഞേ, ഈ വീടിന് എന്നാ വില വരുവാടാ? എന്നാത്തിനാ അപ്പച്ചന് ഇത് കൂട്ട് വല്ല മേടിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? നമ്മൾ എന്തിനാ അപ്പച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? ഇതൊന്നും നമ്മൾ എടുത്താൽ പൊങ്ങത്തില്ല. ഇതൊക്കെ $1 മില്യൺ വീടാ. എന്ന് പറഞ്ഞാൽ എത്ര പൂജ്യം ഉണ്ടെന്ന് പറയടാ. അപ്പച്ചാ, 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷം. 10 ലക്ഷോ? അപ്പോൾ 42 ഗുണം 10 4 കോടിയോ? അപ്പം നിങ്ങൾ ഇങ്ങോട്ടല്ല വഴിയൊന്നും മറന്നില്ല അല്ലേ? കുട്ടികളെ കൂടെ കൊണ്ടുവരായിരുന്നു. അതെങ്ങനെ? പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയുമ്പോൾ ഉടനെ അവർക്ക് പഠിക്കണമെന്ന് പറയും. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നല്ല കാര്യമല്ലേ? കഴിഞ്ഞ ദിവസം ഏമി മോള് പറയുക അവൾക്ക് വലുതാകുമ്പോൾ സർജൻ ആവണമെന്ന്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാന്ന് ഓർക്കണം. അതെ, ചക്കിമോക്കും ആ പ്രായത്തിൽ വലിയ അംബിഷൻസ് ആയിരുന്നു. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചാ നിനക്ക് എന്താവാൻ ആഗ്രഹമെന്ന്. അവൾ പറയാ അവൾ വലുതാകുമ്പോൾ അവൾക്ക് ടൈലർ ആയാൽ മതിയെന്ന്. ടൈലർ അല്ല അപ്പച്ച, ഡിസൈനർ. ഈ തുണിയിലൊക്കെ പടം വരച്ച് തുന്നുന്ന. അത് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാ ടൈലർ. അല്ല ഷൈനി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെ പോകുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കാലിഫോർണിയ പോയേക്കുമായിരുന്നു. കഴിഞ്ഞ സൺഡേ തിരിച്ചു വന്നതേ ഉള്ളൂ. അൺപാക്കിംഗ് ഒന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ക്ഷീണമാ ഇപ്പം. കാലിഫോർണിയ പോയോ? വെറുതെ അല്ല, ഭൂമിക്ക് ചൂട് കൂടുതലാന്ന് പറയുന്നത്. ദേ കണ്ടില്ലേ ചോന്നിരിക്കുന്നത്? അങ്ങനെ പറ. ഞാനും വിചാരിക്കുകയായിരുന്നു കൂടിയാൽ ഇത്രയങ്ങ് കൂടുവന്ന്. ഹണി, why don't you show അപ്പച്ചൻ around the house? അപ്പച്ചൻ ആദ്യമായിട്ട് വരുമല്ലേ? വാറൻസ് ഞാൻ റെൻസി നമ്മുടെ വെക്കേഷൻ്റെ പിക്ചേഴ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. വാറൻസി റെൻസി, നമുക്ക് ആ പ്രെയർ സോങ്ങിൻ്റെ പ്രാക്ടീസ് ഈ ആഴ്ച തന്നെ ചെയ്യണേ. അതിനെന്നാ, ഈ ട്യൂസ്ഡേ ഞങ്ങളുടെ വീട്ടിൽ കൂടിയാലോ? ഓക്കെ. ഇത് സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റാ. അറിയാം. പോയിട്ടുണ്ടോ? അല്ല, TV-യിലൊക്കെ കണ്ട്. നൈസ് പിക്ചേഴ്സ്. ഇത് കുറേ ഉണ്ടല്ലോ. ഇത് ഞങ്ങളുടെ ഹണിമൂൺ പിക്ചേഴ്സാ. പാരീസ്. ലാസ്റ്റ് മിനിറ്റ് അങ്ങ് ഡിസൈഡ് ചെയ്ത് പോയതാ. ബട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഹണിമൂണിന് പറ്റിയ സ്ഥലമാണ്. നിങ്ങളെവിടെയാ ഹണിമൂണിന് പോയത്? അത് എത്ര വർഷങ്ങളായെന്നേ, ഞാൻ ഓർക്കുന്ന പോലും ഇല്ല. ഊട്ടിയിലോ മറ്റോ പോയെന്നാ എനിക്ക് തോന്നുന്നത്. How about some wine? ആയിക്കോട്ടെ. ഞാൻ സാൻ ഫ്രാനിൽ പോയപ്പോൾ കുറേ ബോട്ടിൽസ് വാങ്ങി. പൊട്ടിക്കാൻ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു. ഇത് കണ്ടോ, 1997 പിനോ നോയർ. ഇത് നായന്മാരുണ്ടാക്കിയതാണോ? എൻ്റെ അപ്പച്ച നായരും മേനോനും ഒന്നും ഉണ്ടാക്കിയതല്ല. അതൊരു വൈൻ കമ്പനിയുടെ പേരാ. പിനോ നോയർ. നോയർ. അതായത് ഇത് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഗ്രേപ്സിൻ്റെ പേരാണ്. എവരി വൈൻ ബോട്ടിൽ ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റോറി. അതായത് ഓരോ വൈൻ ബോട്ടിലിനും അതിൻ്റേതായ കഥ പറയാനുണ്ട്. നമ്മൾ ഇവനെ സൂക്ഷ്മമായി ആസ്വദിച്ച ഇവൻ എവിടെ നിന്ന് വന്നു, ഇവനെത്ര മഴ കിട്ടി, എത്ര വെയിൽ കിട്ടി എന്നൊക്കെ അത് നമ്മോട് പറയും.
ഈ പറഞ്ഞ കാര്യമൊക്കെ സാധിക്കണമെങ്കിൽ ഇവന് എത്ര ഗ്ലാസ് അടിക്കണം? അപ്പച്ചാ, അപ്പച്ചനിപ്പം നമ്മുടെ നാട്ടിലെ കുടുക്കപ്പാറ ഷാപ്പിൽ പോയി ഒരു കുപ്പി കള്ള് മേടിച്ച് കുടിച്ചാൽ അത് അന്തിയാണോ ഇളവനാണോ അതോ മേലെ പറമ്പിൽ നിന്ന് ചെത്തിയതാണോ എന്നൊക്കെ കൃത്യമായിട്ട് അപ്പച്ചന് പറയാൻ പറ്റിയല്ലേ? പിന്നെ അതായത് കള്ള് വെളുത്തിട്ട് ഇത് ചുവന്നിട്ട് അത്രേ ഉള്ളൂ അല്ലേ സാറേ? അത് തന്നെ ഞാനും പറഞ്ഞേ. എൻ്റെ പൊന്നപ്പച്ച, ഈ വൈനുണ്ടാക്കിയ സായിപ്പങ്ങാൻ ഇത് കണ്ടോണ്ട് വന്നാ അങ്ങനെ സ്വയം വെടിവെച്ചിയാവും. ഈ വൈൻ ഇങ്ങനെ അച്ചാറും തൊട്ടി നക്കി കഴിക്കാനുള്ളതല്ല. ഈ വെയിലിൻ്റെയും മഴയുടെയും കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. എടാ, ഇത് കുടിച്ചിട്ട് തലയ്ക്കൊന്നും ഏക്കുന്നില്ലല്ലോടാ. ഇത് കണ്ടോ, ഉപ്പ് തീർന്നല്ലോ. ഒന്നുകൂടെ ആവാം. എൻ്റെ അപ്പച്ച, ഇത് വയറ് നിറയാനല്ല, ഒരു രസത്തിന് കുടിക്കാനായി വൈനൊക്കെ. രസത്തിനല്ലെങ്കിൽ പിന്നെ എന്നാത്തിനാടാ അത് കുടിക്കുന്നേ? ഡോണ്ട് വറി, ഐ യു ഗെറ്റ് അനദർ വൺ. വേണ്ട സാറേ, ഇത് മതിയെന്നേ, ഇതും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ, എൻ്റെ ആവശ്യമില്ലെന്നേ. അല്ല ആയിക്കോട്ടെ, ഒരു ഉപ്പ് കൂടെ ആയിക്കോട്ടെ. വീട്ടിൽ നിന്ന് പോന്നപ്പം ഞാൻ പറഞ്ഞതാ കുടുക്കപ്പാറ ഷാപ്പിൽ പോയി മാറ്ററ പോലെ മാറ്റരുതെന്ന്. എടാ, ഈ പെണ്ണുങ്ങൾ കുടിക്കുന്ന വൈൻ കുടിച്ചാൽ എന്നാ ഏക്കാനാടാ? ഇത് വാങ്ങിക്കണമെങ്കിലേ വലിയ കന്നാസലെങ്ങാനും മേടിച്ചു വയ്ക്കണം. ആട്ടെ 2 കന്നാസ് മേടിച്ച് വെച്ചേക്കാം വീട്ടിൽ, ഇനി നാറ്റിച്ച് അടങ്ങുള്ളൂ. വേണ്ടാന്നല്ലോ സാറേ, എന്തിനാ പോകുന്നത്? ഹണി, കൈക്കെന്ത് പറ്റി? അത് ഞാൻ ആ ഗാർഡനിൽ ജോലി ചെയ്തപ്പം പോയിസനെ മുട്ടിയാന്ന് തോന്നുന്നു. ചൊറിഞ്ഞടിക്കുമോ ഇപ്പോൾ? അതേ, മണ്ണിൽ പണിയെടുത്ത് ശീലമില്ലാത്തവർക്കുണ്ടല്ലോ ചൊറി പിടിക്കും, സൂക്ഷിക്കണം. എവൻ്റെ ചെറുപ്പകാലത്തുണ്ടല്ലോ, അയ്യോ, ഞാനും എൻ്റെ ഭാര്യയും അനുഭവിച്ചൊരു കഷ്ടപ്പാട്. ഇവന് വട്ടച്ചൊറി പിടിച്ചിട്ട് ദേഹമാസകലം വട്ടച്ചൊറി. നിനക്ക് ഓർമ്മയുണ്ടാ കൊച്ചുകുഞ്ഞേ? എൻ്റെ ചെറുപ്പകാലത്ത് ആ ചന്തിമ 2 കുരു വന്നത്. അത് മാറാഞ്ഞിട്ട് മൂലക്കാട്ട് വൈദ്യൻ്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ മരുന്ന് പശുമൂത്രം കലർത്തി 10 ദിവസം അടുപ്പിച്ച് കൊടുത്തതിന് ശേഷം ആ ശമനം ഉണ്ടായത്. ഈ കൈപ്പത്തിയുടെ വലിപ്പത്തിൽ അവൻ്റെ ചന്തയിൽ ഇപ്പോഴും കിടപ്പുണ്ടാ പാട്. അല്ലേടി റിൻസി? അപ്പച്ചൻ്റെ ഒരു കാര്യം എന്താ പറയേണ്ടാത്തതെന്ന് അതിനറിയാൻ പറ്റില്ല. ചുമ്മാ നാണം കെടുത്തി കളഞ്ഞു. തന്നെത്താനെ അനുഭവിച്ചപ്പോൾ മനസ്സിലായല്ലോ. എടി, അത് എനിക്ക് തോന്നുന്നത് ഈ അപ്പച്ചൻ ഈ വീടിനകത്ത് തന്നെ കുത്തിയിരുന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലായി. പുറത്തിറങ്ങി കഴിഞ്ഞ ആൾക്കാരെ കാണുമ്പം പുള്ളിക്കൊരു ആക്രാന്ത. അതാ ഈ വായിക്ക് തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ തോന്നിവാസങ്ങളൊക്കെ പറയുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, എന്തുവാ പരിപാടി? പിള്ളേർക്ക് 10 ദിവസത്തെ വെക്കേഷനാ. അതിനിപ്പം മീനും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അവരങ്ങടെ കൂട്ടാം. അതാണോ പരിപാടി? നമ്മളൊരു ട്രിപ്പിന് പോയിട്ട് എത്ര നാളായി? 2 വർഷം മുമ്പൊന്ന് ഫ്ലോറിഡയിൽ പോയി, അതും ചേച്ചി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട്. ആ ഷൈനിയൊക്കെ എവിടൊക്കെ പോയെന്നറിയാമോ? ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവൾ സിയാറ്റിലും പോവുക. അത് നേരാ. കഴിഞ്ഞ പ്രാവശ്യം ന്യൂയോർക്ക് സിറ്റി പോയി വഴി തെറ്റിയപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. എന്തോ ഒരു വലിയ കെട്ടിടങ്ങളൊക്കെ ആടിയാ ന്യൂയോർക്കിൽ കിടക്കണത്. എന്തിന്? പഠിക്കാൻ കിടക്കുന്ന ന്യൂയോർക്ക് സിറ്റി പോലും ഒന്ന് കാണുന്നത് എപ്പോഴാ? പാസ്പോർട്ട് പുതുക്കാൻ പോകുമ്പോഴാണ്. ആ ഷൈനി അവളുടെ ഹണിമൂണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം ഞാനങ്ങ് നാണിച്ചു പോയി. അല്ല, നാണിച്ചു പോകാൻ മാത്രം അവൾ നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞോ? ഓ, എന്തു പറഞ്ഞാലും അവൾ എവിടെ ഹണിമൂണിന് പോയെന്നറിയാവോ? പാരീസിൽ. എടി, പാരീസിലൊന്നും പോയില്ലേലും നമ്മുടെ ഹണിമൂണിനും എന്നതായിരുന്നു ഒരു കുഴപ്പം. അല്ല, അതിലേതായിരുന്നു ഹണിമൂണ്? വൈപ്പില്ല അമ്മാച്ചൻ്റെ വീട്ടിൽ പോയതോ? അത് ഹണിമൂണല്ല, കൊതുകുമൂണാ. രാത്രി മുഴുവനും എഴുന്നേറ്റിരുന്ന് കൊതുകിനെ കൊല്ലുമായിരുന്നു. നീ കൊതുകിനെ കൊന്നുകൊണ്ടിരുന്നു, ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അല്ല, ഇപ്പം നിൻ്റെ പ്രശ്നം എന്നാ? നിനക്കൊരു ഹണിമൂണ് വേണം, അത്രയല്ലേ ഉള്ളൂ. അത് നമുക്ക് എപ്പോൾ വേണമല്ലോ. ഇപ്പോൾ വേണോ? അച്ചായോ, കിടന്ന് ഉറങ്ങ കേട്ടോ. ഇതാ ഇവളുടെ സ്വഭാവം. ആണ്ടെ ഓട്ടോറിക്ഷ മറിഞ്ഞ് കിടക്കണ പോലെ കിടക്കണോ? നീ കിടക്ക്. പ്രിൻസി, ദേ ആ ഷൈന് താഴെ വന്നിരിപ്പുണ്ട്.
ആടുന്നതും പാടുന്നതും ഒക്കെ കൊള്ളാം. പക്ഷെ ഞാനും ക്യാൻറ്റീൻ കിട്ടാ ഓഫീസ് റൂമിൽ കാണും. ഞാൻ കുറച്ച് ക്ലയൻസുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ബഹളം വെച്ചേക്കരുത് കേട്ടോ. അല്ല അപ്പച്ചനെങ്ങോട്ടാ? ആ എംബ്രാന്തിരി കൊച്ചു താഴെ വന്നിരിക്കല്ലേ? ആ അപ്പച്ചന് ഇപ്പോൾ താഴോട്ട് പോകണ്ട. അതായത് പറയുന്നതുകൊണ്ട് അപ്പച്ചന് വിഷമമൊന്നും തോന്നരുത്. അപ്പച്ചൻ ഓരോ വിടുവായത്തരം പറയുന്നത് അപ്പച്ചൻ്റെ ശുദ്ധഗതി കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ കേൾക്കുന്നവർ ആ അർത്ഥത്തിൽ എടുക്കണമെന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അപ്പച്ചൻ നാട്ടിലേക്ക് തിരിച്ചും പോകും. പിന്നെ ഇവരെയൊക്കെ ഫേസ് ചെയ്യേണ്ടത് ഞാനാ. അതുകൊണ്ട് അപ്പച്ചൻ ഇപ്പം അങ്ങോട്ട് പോകണ്ട. ഇവിടെ ഇരുന്ന് പത്രം വായിച്ചോ. പ്രിൻസി, അപ്പച്ചൻ നല്ല കടുപ്പത്തിലൊരു ചായ ഇട്ട് കൊടു. പഞ്ചസാര കുറച്ചിട്ടാൽ മതി. Okay, now I will explain to you about insurance. Hold on. ഏതാ കൊച്ച്? ഇന്ത്യക്കാരിയാ? ആര്? ക്യാൻഡിയോ? ഓ, അവൾ ഇവിടുത്തെ കാര്യമാന്നേ. പകുതി സ്പാനിഷും പകുതി ഇറ്റാലിയനും. ഓ, അച്ഛനെ കൊണ്ട് ഈ ഇൻഷുറൻസിൻ്റെ പരിപാടി തന്നെ ചെയ്യാൻ ഒത്തിരി ജോലിയുണ്ടെന്നേ. അതുകൊണ്ട് ഞാനാ പറഞ്ഞത് ഒരു അസിസ്റ്റൻറ്റിനെ വെക്കാൻ. അല്ല, ഇത്തവണയും ദൈവമേ കൈത്തഴാം എന്നുള്ള പാട്ടാണോ? ഓ, അത് പാടി പാടി ബോറടിച്ചു എന്നേ. നമുക്ക് ഇച്ചിരി പുതിയ പാട്ട്, ഇച്ചിരി നല്ല മ്യൂസിക്കും നല്ല ബീറ്റൊക്കെ ഉള്ള ഒരു പാട്ട് വേണം. ഒരു തമിഴ് പാട്ടായാലോ? അതെ റിൻസി, പറയുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നരുത്. നമ്മൾ വീട്ടിലൊരു പെൺകുട്ടി, അതും കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി ജോലിക്ക് വെക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. അത് ഇവിടുത്തുകാരി കൊച്ചും കൂടി ആകുമ്പോൾ പ്രത്യേകിച്ച് പറയണോ? ഇത് അങ്ങനൊന്നും അല്ലെന്നേ. ഇവള് കാണാൻ കൊള്ളാമെന്ന് മാത്രമല്ല, സ്വഭാവം നമ്മുടെ നാട്ടുകാരെ പോലൊക്കെയാ. അവൾ ഒരു കുഴപ്പമില്ലെന്നേ. You're so funny, Shatai. എന്റെ മത്തായി കുഞ്ഞെ, നീ എന്തിനാ ഈ പന്തിന്റെ പുറകെ കിടന്ന് വെറുതെ ഓടുന്നത്? നീ ചുമ്മാ ഓടുന്നോണ്ടല്ലേ 10 മിനിറ്റ് കൂടുതൽ നിനക്ക് ഒന്നിച്ച് കളിക്കാൻ പറ്റാത്തത്. നീ നിന്റെ ഏരിയ മാത്രം കവർ ചെയ്താൽ മതി കേട്ടോ. അത് സ്റ്റേഡിയത്തിലേക്ക് ഇനിയുണ്ടല്ലോ അരമയില്, പിന്നെ എന്തിനാ ഇവിടെ നിർത്തണേ? അല്ല ഇവിടെ പാർക്ക്, ഞാൻ പറയാം. ഇവിടെ പാർക്ക്. എന്നാ പറയാ? Daddy, okay, I know what you're doing for me is good, but when you come to the stands and you say things to improve my game, പക്ഷെ ഡാഡി പോയി കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നെ കളിയാക്കുക. അത് കാരണം ഡാഡി എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. ഞാനിവിടെ നടന്നു നോക്കോളാം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെൻ്റെ കൂട്ടുകാരെടുത്ത് നടന്നു വന്നോളാം.